ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് 4-ൻ്റെയും 9-ൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് സൈക്കിൾ റൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് 0, 1, 5, 6ൻ്റെ സംഖ്യകളുടെ യൂണിറ്റ് ഡിജിറ്റ് സൈക്കിൾ റൂളാണ്. സോ അതിൽ വലിയ ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ൻ്റെയും 9-ൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് സൈക്കിൾ റൂളാണ് പറയാൻ പോകുന്നത്. 4:1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4:2 എത്രയാണ്? 16 ആണ്. 4:3 64 ആൻഡ് 4:4 256. ഇവിടെ 4:1 4 ആൻഡ് 4:3 64. ഇത് കണ്ടോ? ഇവിടെ നമ്മുടെ സൈക്കിൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 4:1ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 4 ആണ്. 4:3ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? പിന്നെയും 4 ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും 4:4 വരുമ്പം 256 വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈക്കിൾ പിന്നെയും ആവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മളിനി 4:5 വരുമ്പോൾ അതിൻ്റെ ഉത്തരത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരാൻ പോകുന്നത്, ഈ സൈക്കിൾ ആവർത്തിക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് വരാൻ പോകുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് വരാൻ പോകുന്നത് 4 ആയിരിക്കും. ഇനി 4:6 ഈ സൈക്കിൾ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരാൻ പോകുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. സോ 4ൻ്റെ 4:, എന്ത് വന്നാലും ഇതിൻ്റെ സൈക്കിൾ ഇനിയിപ്പോൾ 4 അല്ലെങ്കിൽ 6 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. 4:, എനി നമ്പേഴ്സ്, അതിൻ്റെ ആ സൈക്കിളിൽ നമുക്ക് കിട്ടാൻ പോകുന്ന യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകളായിരിക്കും? 4 അല്ലെങ്കിൽ 6 ആയിരിക്കും. അപ്പോൾ 4 അല്ലെങ്കിൽ എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ നമ്മുടെ 4 എന്ന സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് സൈക്കിൾ 4 എന്ന സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് സൈക്കിളിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പോസിബിലിറ്റീസ് ഓഫ് നമ്പേഴ്സ് 2 പോസിബിലിറ്റീസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഏതിൽ? 4 എന്ന സംഖ്യയിൽ. അത് ഏതൊക്കെയാണ്? 4 ആൻഡ് 6 ആണ്. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് 4 ആൻഡ് 6. ഈ 4 ആൻഡ് 6 ഏതൊക്കെ നമ്പേഴ്സിലായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഈ പറയുന്ന 4 അല്ലെങ്കിൽ 6 കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. സോ ഇതിൽ നമുക്ക് കണ്ടാൽ ഈ 4:1 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. 4:3 എന്ന് പറയുന്നത് എത്രയാണ്? 3 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. 4:5 എത്രയാണ്? 5 ഓഡ് നമ്പറാണ്. 2 ഏതാണ്? ഈവൻ നമ്പേഴ്സാണ്. 4 ഏതാണ്? ഈവൻ നമ്പറാണ്. സോ ഓഡ് നമ്പർ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. ഇനി ഈവൻ നമ്പർ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് ഡിജിറ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 6 ആണ്. സോ ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, യൂണിറ്റ് ഡിജിറ്റ് ഓഡ് ആകുമ്പോൾ 4ൽ 4:, എനി നമ്പർ, ആ എനി നമ്പർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി 4:, എനി നമ്പർ, ആ എനി നമ്പർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ നമ്പർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. സോ 4 എന്ന നമ്പറിന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 എന്ന സംഖ്യയിൽ യൂണിറ്റ് ഡിജിറ്റ് സൈക്കിൾ അറിയാനായിട്ട് 4:, നമുക്ക് കിട്ടുന്നത് 4:, ഇപ്പോൾ 1 ആണെങ്കിൽ 4:1 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 4ഉം 4:2 അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6ഉം ആയിരിക്കും. അത് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് 4 എന്ന സംഖ്യയ്ക്ക് 2 പോസിബിലിറ്റീസാണ് വരുന്നത്. ആ 2 പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? 4 ആൻഡ് 6. അപ്പം ഓഡ് നമ്പർ, ഈവൻ നമ്പർ. 4:, ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി 4:, ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ 4 എന്ന സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് സൈക്കിൾ റൂൾ എന്ന് പറയുന്നത്. ഇതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറൊരു ചെറിയ രീതിയിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം
നമുക്കിനിയിപ്പോൾ ഓക്കെ 14⁻3 14⁻3ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2744 ആണ്. ഓക്കെ, അപ്പം ഈ 4 എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇപ്പം നമ്മളെന്താണ് യൂണിറ്റ് ഡിജിറ്റ് സൈക്കിളാണ് പറയുന്നത്, യൂണിറ്റ് ഡിജിറ്റ് എന്ന യൂണിറ്റാണ് പറയുന്നത്. സോ ഈ ഭാഗത്ത് എക്സ് നമ്പറോ ഏത് വേണമെങ്കിലും ആവട്ടെ, ഇത് നമ്മൾ നോക്കേണ്ട, ഇങ്ങോട്ട് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവട്ടെ, ആ നമ്പേഴ്സ് നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ യൂണിറ്റ് ഡിജിറ്റും റേസ് ടു ഇവിടെ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ, നമ്മുടെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസിൽ ഓരോ കാര്യങ്ങളും ഫ്രം ദ ബേസിക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. 4ൻ്റെ ഇപ്പം നമ്മൾ റേസ് ടു വന്നേക്കുന്ന ഏതാണ്? ഇതെന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്, ഓഡ് നമ്പറാണ്. 3 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ വരുമ്പം അതിൻ്റെ റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി 24⁻4. ഓക്കെ, ഇതിപ്പം ഏതാണ്? 4 എന്താണ്? 4 എന്ന് പറയുന്നത് ഏതാണ്? ഈവൻ നമ്പറാണ്. 4 ഈവൻ നമ്പർ വരുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 31776 ആണ്. അപ്പോൾ ഈവൻ നമ്പർ വരുമ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ എന്താണ് യൂണിറ്റ് ഡിജിറ്റ് എന്തായിട്ട് മാറും? 6 ആവും. അപ്പോൾ നമ്മുടെ റൂളിൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ബിഫോർ എനി നമ്പർ വേണമെങ്കിലും ആവട്ടെ, നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് 4ഉം ഇവിടെയും ഇവിടെയും ഏത് നമ്പർ വേണമെങ്കിലും ആവട്ടെ, ഈ ഭാഗത്ത് റേസ് ടു വരുമ്പം യൂണിറ്റ് ഡിജിറ്റ് ഈവൻ ആവുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഓഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി ഈ ഭാഗത്ത് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവട്ടെ, യൂണിറ്റ് ഡിജിറ്റ് 4ഉം റേസ് ടു ഇവിടെയും ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവട്ടെ, റേസ് ടു യൂണിറ്റ് ഡിജിറ്റ് എന്താവട്ടെ? ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. സോ 4 എന്ന സംഖ്യയ്ക്ക് 2 പോസിബിലിറ്റീസ് ആണുള്ളത്. എന്താണ്? 4 or 6. 4 കിട്ടണമെങ്കിൽ നമുക്ക് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും വരേണ്ടത്. ഓഡ് നമ്പേഴ്സ് റേസ് ടു ഓഡ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഇനി 6 എന്ന ഉത്തരം കിട്ടുവാണെങ്കിൽ 4 ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 4 എന്ന സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് സൈക്കിൾ റൂൾ എന്ന് പറയുന്നത്.